ഇമാമുന അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്, അള്ളാഹു നമ്മളെയൊക്കെ നിർത്തിയിട്ട് അള്ളാഹുവിന്റെ ജലാലിയത്ത് പ്രത്യക്ഷമായി നമ്മളോട് ചോദിച്ചുവല്ലോ, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്നല്ലാഹു ചോദിച്ചു. ആ സ്ഥലത്തിന് ഹദീസുകളിൽ വന്ന പേര് നഅ്മാൻ എന്നാണ്. നഅ്മാൻ എന്ന സ്ഥലത്ത് വെച്ചാണ്. അത് അറഫയാണെന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ രേഖപ്പെടുത്തി. അവിടെ വെച്ചാണ് ഈ ചോദ്യം നടന്നത്. എന്തൊരു അത്ഭുതമാണല്ലേ! അറഫയും മക്കയും നമ്മളിങ്ങനെ കണ്ണ് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. പടച്ച റബ്ബേ, ദുനിയാവിലെ ഒരു പ്രകൃതിയുടെ ഭംഗി കൊണ്ടല്ല അള്ളാഹു ആ സ്ഥലത്തെ അള്ളാഹു തയ്യാറാക്കിയത്, അതുകൊണ്ടല്ല അള്ളാഹു തെരഞ്ഞെടുത്തത്. ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര നല്ല മനോഹരമായ പർവ്വതങ്ങളും വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പുമുള്ള പർവ്വതങ്ങൾ അള്ളാഹിന്റെ ഭൂമിയിൽ എത്ര ഉണ്ട്! എന്താണ് മക്കയും മരുഭൂമിയും മിനായും മുസ്ദലിഫൊക്കെ? ഭയങ്കര റോക്കി ആൻഡ് ആരിഡ് അല്ലേ, വെള്ളമില്ല, ഒരു പച്ചപ്പുമില്ലാത്ത ഊഷരമായി കിടക്കുന്ന പാറക്കല്ലുകളല്ലേ? അവിടെയല്ലേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവതരിച്ചത്? ജബലുർ നൂർ എന്ന പ്രകാശത്തിന്റെ പർവ്വതം നോക്കുമ്പോൾ നമ്മൾ പടച്ച റബ്ബെ ചിന്തിച്ചു പോകുന്നു, ഈ പർവ്വതം അള്ളാഹുവിന്റെ ലൗഹിൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി ഇറങ്ങാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മണ്ണാണ്. അപ്പൊ മനുഷ്യന്റെ കണ്ണിൽ കിടക്കുന്ന പളവളപ്പുകളല്ല അള്ളാഹുവിന്റെ തീരുമാനത്തിലെ മാനദണ്ഡങ്ങൾ. ഇതൊന്നുമല്ല. അള്ളാഹുവിനറിയാം അതിന്റെ അസ്റാറുകൾ എന്താണെന്ന്. അറഫ് അങ്ങനെയാണ്. നഅ്മാൻ എന്നാണ് അതിനെന്ന് പറയാ. അവിടെ വെച്ച് അള്ളാഹു നമ്മളോടൊക്കെ ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും. നമ്മളൊക്കെ പറഞ്ഞു അതെ, ബലാ യാ റബ്ബ്. അപ്പൊ അള്ളാഹു പറഞ്ഞു, അൻ തഖൂലു യൗമൽ ഖിയാമ, ഇങ്ങനെയൊക്കെ എന്നോട് ഇവിടെ വെച്ച് മറുപടി പറഞ്ഞിട്ട്, ഇന്നാ കുന്ന അൻ ഹാദാ ഗാഫിലീൻ, പടച്ചവനെ ഇതൊന്നും ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്, ഞങ്ങൾ അശ്രദ്ധയിലായിരുന്നുവെന്ന് നാളെ വന്ന് നിങ്ങൾ പറയരുത് കേട്ടോ എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞു. സുബ്ഹാന, അത് ഓർമ്മിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത്. അമ്പിയാക്കന്മാരുടെ ദൗത്യം അള്ളാഹു പറയുമ്പോൾ പറയും ഓർമ്മിപ്പിക്കലാണ്. എന്താണ് ഈ ഓർമ്മിപ്പിക്കൽ? അന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം, അത് ഓർമ്മിപ്പിക്കുകയാണ്. ഏതൊരു കുട്ടിയുടെ മനസ്സിലും പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ബോധം വരുമല്ലോ. ഏത് കുട്ടിയും ഒരു വാപ്പയോ ഉമ്മയോ നോക്കി വളർത്താതെ ഒരു കുട്ടിയെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് വളർത്തിവിടുക. ആ കുട്ടി ഒറ്റയ്ക്ക് വളരട്ടെ, ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. ആ കുട്ടിയുടെ മനസ്സിൽ ഒരു സഹായത്തിന്റെ ഒരു ഘട്ടം വരുമ്പോൾ, ആ കുട്ടിയുടെ മുമ്പിൽ ഒരു നിസ്സഹായതയുടെ ഘട്ടം വരുമ്പോ, പടച്ചവനെ എന്ന ഒരു വിളി ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും വരും. ഒരു രക്ഷയുമില്ല, അത് വരിക തന്നെ ചെയ്യും. ഇത് മനുഷ്യന്റെ ഫിത്രത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അല്ല, ഒരു മനുഷ്യൻ ഒറ്റക്കായിപ്പോയി എന്ത് ചെയ്യും? ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു, മൊബൈലിലെ ചാർജ് തീർന്നു. ചാർജ് ഉണ്ടെങ്കിൽ തന്നെ ബാലൻസ് ഇല്ല, ഒരു കണക്ഷനുമില്ല, ആരും കൂടെയില്ല. എന്താ ഒരു മനുഷ്യൻ അവിടെ ചെയ്യുക? നിരീശ്വരവാദം വിളിച്ചും പടച്ചോനെ വിളിക്കും. അത് മനുഷ്യന്റെ പ്രകൃതമാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ കാഫിർ എന്ന് പറയുന്നത്. ഒരു സത്യത്തെ മറച്ചു വെക്കുന്നതിനെ കഫറ എന്ന് അറബിയിൽ പറയാം. കർഷകന്മാർ വിത്ത് മണ്ണിനുള്ളിൽ മറച്ചു വെക്കുന്നത് കൊണ്ടാണ് കർഷകരെ സംബന്ധിച്ച് ഖുർആൻ യുഅ്ജിബുൽ കുഫാറ നബാതുഹു എന്ന് ഖുർആൻ പ്രയോഗിച്ചത്. കാഫിർ എന്ന പ്രയോഗം കർഷകനെ സംബന്ധിച്ചു. എന്തേ? കർഷകൻ വിത്തിനെ പുഴുത്തി വെച്ചു എന്നതുപോലെ വിശ്വാസം അവന്റെ ഉള്ളിലുണ്ട്, അതിനെ മറച്ചു വെക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ കാഫിർ എന്ന് പറഞ്ഞത്. അത് പുറത്തെടുക്ക്. നീ ഒരു ലജ്ജയും അതിൽ വിചാരിക്കേണ്ട. നിന്റെ ജബ്ബാറായ അള്ളാഹുവിന്റെ മുമ്പിലാണ് നീ സമ്മതിക്കുന്നത്. അതിലെന്ത് നഷ്ടം? അപ്പോ വലിയ ഒരു യാത്ര നമ്മൾ തുടങ്ങിയവരാണ്. അങ്ങനെ കാലങ്ങളോടെ നമ്മൾ കാത്തിരുന്നില്ലേ ഭൂമിയിലേക്ക് വരാൻ? എത്ര കാലം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ജനിക്കുന്നത്? ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എത്രയോ ആളുകളുടെ ഒരു പിതാവാണ്. മൻ ഖതല നഫ്സൻ മുതഅമ്മിദൻ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ മനുഷ്യരാശിയെ മുഴുവനും കൊല ചെയ്തതിന് സമമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരാളെ കൊന്നാൽ സമൂഹത്തെ മുഴുവനും കൊന്നതിന് തുല്യമാണ്. ഇത് കൊലപാതകത്തിന്റെ ഗൗരവം പറയാൻ അള്ളാഹു പറഞ്ഞു തന്നതാ. അതിന്റെ കൂട്ടത്തിൽ ആലോചിച്ചിട്ടുണ്ടോ? ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 10 15 തലമുറക്കപ്പുറമുള്ള ഒരു മനുഷ്യൻ. അയാളിൽ നിന്ന് എത്ര ആയിരം ആളുകൾ ഇന്ന് ജനിച്ചിട്ടുണ്ടാവും? ഒരാളെ കൊല്ലുമ്പോഴേക്കും അയാളിലൂടെ ജനിക്കാൻ പോകുന്ന ഒരുപാട് തലമുറകൾ അവിടെ വധിക്കപ്പെടുന്നില്ലേ? അങ്ങനെ അർത്ഥം അതിന് കൊടുത്തുകൂടെ? ആലോചിച്ചു നോക്കുകയാണ്. ഓരോ മനുഷ്യന്റെയും മുതുകളിലായി കോടാനുകോടി മനുഷ്യരുടെ ജീനുകളുടെ വളരെ സൂക്ഷ്മമായ അംശങ്ങൾ അല്ലാഹു മനുഷ്യന്റെ ജീനുകളിൽ വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്ഭുതമല്ലേ? അങ്ങനെ നമ്മുടെ പിതാക്കന്മാരിലൂടെ ആയിരക്കണക്കിന് കൊല്ലം കാത്തിരുന്നിട്ടാ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ നമ്മൾ ദുനിയാവിലേക്ക് വന്നത്.
പിന്നെ അവിടെ നിന്ന് കുറച്ചു കാലം അള്ളാഹു ഭൂമിയിലൂടെ നടക്കാൻ വിട്ടു നമ്മളെ. അന്ന് നമ്മുടെ റൂഹുണ്ട്. ആ റൂഹ് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നമ്മൾ എത്തി. 4 മാസമായപ്പോൾ ആ റൂഹിനെ നമ്മുടെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ചു. എന്നിട്ട് മരിക്കുന്ന നേരമായപ്പോ ആ റൂഹിനെ അങ്ങോട്ട് എടുത്തു മാറ്റി. നമ്മൾ മരിച്ചു, നമ്മെ കൊണ്ടുപോയി മറവ് ചെയ്യുന്നു. നമ്മൾ ഖബറിലാണ്. അങ്ങനെ ഖിയാമത്ത് നാൾ ആകുന്നത് വരെ ഖബറിൽ കാത്തിരിക്കണം. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം അള്ളാഹു ഊതാൻ പറയുന്ന നേരം വരെ ഖബറിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അമ്പിയാക്കന്മാർ മുഴുവനും കാത്തിരിക്കുകയാണ്. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളും ഖബറിൽ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ സ്വർഗത്തിന്റെ സുഖങ്ങളും നരകത്തിന്റെ വേദനകളും അവർ അനുഭവിക്കുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ദുന്യാവിന്റെ അവസാനം എന്ന ഖിയാമുസ്സാഅ എന്നാണെന്ന് ആർക്കറിയാം. അത്രയും കാലം നമ്മുടെ റൂഹുമായുള്ളൊരു കണക്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടായിക്കൊണ്ടാണ് ഖബറിൽ ഒരു മനുഷ്യൻ കഴിയുന്നത്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഊത്തിൽ ഒന്നാമത്തെ ഊത്തിൽ എല്ലാവരും മരണപ്പെട്ട് രണ്ടാമത്തെ ഊത്തിൽ അൽ ബഅസ് വൻ നുശൂർ, ദി ഡേ ഓഫ് റിസറക്ഷൻ, അല്ലാഹു പുനരുദ്ധാരണം നൽകുകയാണ്. അപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. കണ്ണു തിരുമ്പി എഴുന്നേറ്റ് വരുമെന്ന് എത്ര മനോഹരമാണ് ഹദീസിൽ. സുബ്ഹാനല്ലാഹ്. അമ്പിയാക്കന്മാരിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിരപ്പായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന്, ഭൂമി എന്നൊരു ഫ്ലാറ്റ് ആയിരിക്കുന്ന, വളരെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുകയാണ്. അന്ന് ഓവൽ ഷേപ്പിലല്ല ഭൂമിയുടെ രീതി. അങ്ങനത്തെ ഒരു ഭൂമിയിൽ നിന്ന് ആദ്യമായി സൂറന്ന കാഹളത്തിന്റെ മുഴക്കം കൊണ്ട് തലയുയർത്തുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ റൗളയിൽ നിന്നാണ്. തങ്ങളാണ് തലപൊക്കുന്നത്. പിന്നെ അമ്പിയാക്കന്മാർ, പിന്നെ സ്വഹാബികൾ, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ, പിന്നെ ഓരോരുത്തരും പൊങ്ങനെ. അങ്ങനെ ഹിസാബ് വരെ കാത്തിരിക്കണം. വിചാരണ തുടങ്ങണമെങ്കിൽ 40,000 വർഷത്തെ കാത്തിരിപ്പുണ്ടെന്ന ഹദീസിലുണ്ട്. 40,000 കൊല്ലം. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. അല്ലാഹുവിന്റെ കണക്കിൽ ഒരു ദിവസം 50,000 വർഷമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ആ കാലം മഗ്രിബിന്റെയും അസ്റിന്റെയും ഇടയിലുള്ള സമയം പോലെ ചുരുങ്ങിയതായിട്ട് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് അനുഭവിപ്പിക്കുമെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹിസാബും വിചാരണയും മീസാനും സിറാത്തും. അത് കഴിഞ്ഞിട്ടാണ് സ്വർഗം. ഇനി നിങ്ങൾ ആലോചിക്കുക, നമ്മളുടെ ആഖിറമാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം എന്ന് ഖുർആൻ പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും എവിടെന്നാ നമ്മൾ വന്നത്. ഈ ദുന്യാവിൽ ചെലവഴിക്കുന്ന സമയം എത്ര കുറച്ചാണ്. ഇതിന്റെ മുമ്പും ശേഷവും എത്രയേറെ വർഷങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാ ഖുർആൻ പറയുന്നത്, ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കി ആഖിറത്ത് നശിപ്പിക്കല്ലേ. കുറഞ്ഞ ഒരു സമയത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇതിന്റെ മുമ്പ് നമ്മളുണ്ട്, ഇതിന് ശേഷവും തുടരാൻ പോവുകയാണ് യാത്ര. വലിയ ഒരു യാത്രയിലെ ഒരു ചെറിയ ഇടത്താവളത്തിലാണ് നമ്മളുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولو رحمناهم وكشفنا ما بهم من ضر للجوا في طغيانهم يعمهون. بسم الله الرحمن الرحيم. وإن الذين لا يؤمنون بالآخرة عن الصراط لناكبون. ولو رحمناهم وكشفنا ما بهم من ضر للجوا في طغيانهم يعمهون. അല്ലാഹുവിന്റെ റഹ്മത്ത് എത്രയാണ്. അള്ളാഹു ഇതാണ് ഹക്കെന്ന് പറഞ്ഞിട്ട് ഇതാണ് ആഖിറം. ആഖിറത്തിലേക്ക് പോകാനിന്റെ വഴിയിലുള്ള ഒരേ ഒരു പോംവഴി അത് അഷ്റഫുൽ ഖൽഖ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളും പരിശുദ്ധ ഖുർആനുമല്ലാതെ ഒരു വഴിയുമില്ലെന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തി തരുമ്പോഴും പിന്തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, വലൗ റഹിംനാഹും, അള്ളാഹു പറയാൻ അവർക്ക് നമ്മൾ റഹ്മത്ത് കൊടുത്തു എന്നിരിക്കട്ടെ, വകശഫ്നാ മാ ബിഹിം മിൻ ദുർരിൻ, അവർക്ക് വന്ന പ്രയാസങ്ങളൊക്കെ നാം നീക്കിക്കൊടുത്തു എന്നിരിക്കട്ടെ. പ്രയാസങ്ങളൊക്കെ നീക്കി, അസുഖം വന്നിരുന്നു, അസുഖമൊക്കെ മാറി, കടത്തിൽ മുങ്ങി, ബിസിനസ്സൊക്കെ ഡൗൺ ആയി, ഒരുപാട് പ്രയാസങ്ങളൊക്കെ സംഭവിച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ അല്ലാഹുവിന്റെ റഹ്മത്ത് ചെയ്തു, കരകയറി എന്ന് വിചാരിക്കുക. ലലജ്ജൂ ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, പിന്നെയും അവർ ദുൽമിലേക്ക് തന്നെ തിരിച്ചുപോയി. ദുൽമിൽ അവർ മതിമറന്ന് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അള്ളാഹു റഹ്മത്ത് ചെയ്ത് അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുത്താൽ ഈ പ്രയാസം നീക്കിത്തന്ന അള്ളാഹുവിന് ഞാൻ നന്ദി ചെയ്യട്ടെ എന്ന് ചിന്തിക്കേണ്ടതിന്റെ പകരം പിന്നെയും ഇസ്ലാമിനെതിരും ദീനിന്റെ അഖീദക്കെതിരുമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.